ഏട്ടാ ബാ നമുക്ക് താഴെ പോയ സാധനം എടുത്തിട്ട് വരാം. ഇന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞില്ല ഒരു സാധനം. ബാ കാശുകുഞ്ഞും ബാ. ബാ കാച്ചിക്കുട്ടിൻ്റെ കുറേ കളിപ്പാടത്തിൻ്റെ പെട്ടി വീട്ടിലിരിപ്പുണ്ടായിട്ടോ. അതുകൊണ്ട് നമ്മുടെ വീടിന് തൊട്ടടുത്തൊരു ബൽദിയുണ്ട്, അവിടെ കൊണ്ടുപോയി തട്ടാൻ വേണ്ടിയിട്ട് പോയട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ തിരിച്ചു വരാനുണ്ട് ഗൈസ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താഴെ വേറൊരു വീടുണ്ട്, 2 വീടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്കുള്ള വീട്ടുകാർ കുറച്ച് ദിവസം കൈമയൊക്കെ വരുള്ളൂ. അപ്പം നമ്മൾ ഒരുമിച്ചാണ് ഈ വീടെടുത്തത്. വീടെടുത്തിട്ട് ഇങ്ങനെ ഓരോരോ പണികളൊക്കെ ഓരോ വീട്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരത്തേക്കും ബാക്കി വന്ന കുറച്ച് കഷ്ണങ്ങളാണ് കേട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താഴെ വന്ന് അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ അവിടെയൊക്കെ മുറിഞ്ഞ് കിടക്കണ്ടേ. ഈ സാധനം ഞങ്ങൾ ആദ്യം പെറുക്കി എടുത്തിട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട് കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കില്ലേ, ഇവിടെ ഓൾറെഡി ആളെടുത്തിട്ടുണ്ട്. ആളെടുത്തിട്ട് വരാനിരിക്കുന്നതാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഇവിടെ വീടുണ്ടോ, വീട് കിട്ടാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ 4 വീടുണ്ട്. ആ 4 വീട്ടിലും ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ആൾ ഉള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല വേറെ ഒരിടത്ത് വീടുണ്ടോ ഇല്ലയോ ഉള്ള കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയ കുറച്ച് കഷ്ണങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ MDFൻ്റെ കാർഡ്ബോർഡ്സുകളാണ് കേട്ടോ. വലിയ കട്ടിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടാക്കാനായിട്ട് അത് വെച്ച് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കോലുകൾ തപ്പിക്കഴിഞ്ഞപ്പോൾ അത് നമ്മൾ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായ കുറച്ച് കോലുകൾ. അങ്ങനെ ആ കോലും എടുത്ത് നമ്മൾ വീട്ടിലായിട്ട് പോകുന്നു കേട്ടോ. അതായത് MDFൻ്റെ കാർഡ്ബോർഡുകൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്കത് പറ്റത്തില്ല. കുറച്ച് കട്ടിയുള്ള ഒരു വുഡൻ്റെ കഷ്ണമായിരുന്നെങ്കിൽ ഇത്ര നീളമുള്ളതാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറ്റിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സാധനത്തിന് ഈ MDFൻ്റെ കാർഡ്ബോർഡ് മാത്രം പറ്റില്ല. അപ്പോൾ നമുക്ക് നീളത്തിൽ 2 കോലും കൂടി കിട്ടിയിട്ടോ. അത് കറക്റ്റ് 2 എണ്ണം കിട്ടിയത്തുള്ളൂ. 2 എണ്ണം കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ MDFൻ്റെ ബോർഡ് ഉണ്ടല്ലോ അതുമേ ഈ കോല് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് പിടിപ്പിക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഓരോന്നും വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത്. കറക്റ്റ് നീളമല്ല കേട്ടോ 2 എണ്ണത്തിന്, കുറച്ച് നീളം കുറവുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പശ വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരിക്കലും. അപ്പോൾ സ്ക്രൂ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലപോലെ ഇരിക്കും കേട്ടോ. പിന്നെ കുഞ്ഞു ഇതുപോലത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴെ തന്നെ കിട്ടിയാണ് കുറച്ച് മരത്തിൻ്റെ കട്ടകളൊക്കെയാണ് കേട്ടോ ഇത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ നേരത്തെ എടുത്തിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ട് മറ്റേ സാധനം സ്ക്രൂ ഡ്രൈവറൊക്കെ പിടിപ്പിക്കുന്ന സാധനം, സ്ക്രൂ ഒക്കെ പിടിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ. കാച്ചിക്കൊണ്ടാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കാണ്ട, ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ സാധനമൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കാണ്ട. പിന്നെ ഞാൻ പോയിട്ട് ഓരോ ഇത് വെച്ചിട്ട് വല്ല അടിക്കണമെന്നൊക്കെ ചോദിച്ച് ഞാൻ ഓരോ കോലൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ സ്ക്രൂ വെച്ചിട്ട് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനും കാച്ചും കൂടി അതിൻ്റെ 2 വശത്തും ഓരോരോ സ്ക്രൂ വെച്ച് പിടിപ്പിച്ച് അതങ്ങനെ ആ കോല് സ്റ്റഡി ആക്കി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരു വെയിറ്റൊക്കെ വന്നിട്ടുണ്ട് ആ കോലിന്. താഴെ മുകളിലും വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ 2 കോലും കൂടി വേണം കേട്ടോ. അപ്പോൾ താഴെ ബേസായിട്ട് കിട്ടിയേക്കണത് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള ഒരു പീസാണ് കേട്ടോ. അത് കാർഡ്ബോർഡല്ല, വുഡൻ്റെ എന്തോ ഒരു പീസാണ്. ആ പീസ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച്, അപ്പോൾ മുകളിലും നമുക്ക് അതുപോലെ വെക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ കറക്റ്റ് അത്രയും നീളത്തിലുള്ളത് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഉള്ളിൽ വെക്കുന്ന കറക്റ്റ് അളവിലുള്ള ഒരെണ്ണം നമുക്ക് കിട്ടിയതല്ല. നമ്മൾ താഴെയുള്ള ബേസിനകത്ത് വെച്ചപ്പോൾ കുറച്ച് കയറ്റിയും ഉള്ളിലിട്ട് കയറ്റി വെച്ചിട്ടോ 2 സ്റ്റാൻഡും. അപ്പോൾ നമുക്ക് ആ ഉള്ളിൽ ആ നീളത്തിൽ മുകളിൽ വന്ന പാകത്തിനാണ് നമ്മൾ സ്റ്റാൻഡ് ഇതുപോലെ നീക്കി വെച്ചേട്ടോ. ഇനി നമുക്കത് സ്ക്രൂ ചെയ്തിട്ട് അവിടെ പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ എന്തോ ഒരു സാധനം വെച്ചിട്ട് പിന്നെ സ്ക്രൂ ചെയ്ത് സൈഡിൽ കൂടി പിടിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് 2 എണ്ണം വലുതും ഒരേ അളവിലുള്ളതും 2 എണ്ണം കറക്റ്റ് വേറെ 2 എണ്ണം അളവിൽ എടുക്കുകയാണെങ്കിൽ മുകളിൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് അളവിലുണ്ടാവും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കോല് ഇങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ. അന്നേരത്തേക്കും അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ പിടിച്ചൊക്കെ കൊടുത്തിട്ട് താഴെ വേറൊരു ചെറിയ സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അതിനകത്തേക്ക് ആണി അടിച്ച് കയറ്റിയിട്ടോ. കുഞ്ഞു ആണിയാണ് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡ്രില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ചെറിയ പീസാണ് മുകളിൽ വെച്ചേക്കുന്നത് ഞങ്ങളുടെ ആ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു കഷ്ണം എടുത്തിട്ട് ആ പലകമ്മേക്ക് ഇതടിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളതൊരു നീളത്തിലൊരു പീസ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളത് ഇതുപോലെയാണ് ആക്കി എടുത്തേക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ചത് മുകളിൽ ആ പൊങ്ങി നിൽക്കണ വശമൊന്നും വേണ്ടാന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ നമ്മളത് ചെയ്ത് തന്നപ്പോൾ അത് അങ്ങനെയായിട്ട് പിന്നെ മുറിച്ചെടുക്കാൻ പറ്റിയ ആക്സോ ബ്ലേഡ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ വിചാരിച്ചു മുകളിൽ അതുപോലെ സ്റ്റാൻഡായിട്ട് ഇരിക്കട്ടെ, ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും ഡെക്കോർ ഐറ്റംസ് വേണമെങ്കിൽ വെക്കാമെന്ന് ഓർത്തു. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ടോ. അപ്പോഴാണ് മനസ്സിലായത് MDFിൻ്റെ ഇങ്ങനത്തെ ഉള്ള ബോർഡിൽ സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ അത് നല്ലപോലെ അത് വലിച്ചെടുക്കണ്ട്. ഇപ്പം ഞാൻ സ്പ്രേ പെയിൻറ്റ് അടിച്ച സ്പ്രേ കണ്ടോ, നല്ലപോലെ അവരിത് വലിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കുക, കുടിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ആ സ്പ്രേ അങ്ങനെ അവർ ഊറ്റിയെടുത്ത് കുടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര സ്പ്രേ പെയിൻറ്റ് അടിച്ചാലും അത് കുറേയൊക്കെ അവർ ഊറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഹാഫ് ബോട്ടിൽ സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടാണ് ഇതുപോലെ അടിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വലിച്ച് ഇവർ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഞാനത് മുഴുവൻ ഭാഗത്ത് അടിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉൾഭാഗത്ത് അടിച്ചില്ല, എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ ആക്കി ഇങ്ങനെ വെച്ചിട്ടോ. പിന്നെ പെയിൻറ്റ് ഉണങ്ങാനും കുറച്ച് സമയം എടുത്തിട്ടുണ്ടായി MDFിൽ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ മറ്റേ പെയിൻറ്റ് അടിക്കുകയാണെങ്കിലായിരിക്കും നല്ലത്. സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നതിനേക്കാൾ നല്ലത് MDFിൽ അടിക്കുമ്പോൾ സ്പ്രേ പെയിൻറ്റിനേക്കാൾ നല്ലത് കൈ വെച്ചിട്ട് മറ്റേ നമ്മൾ ബ്രഷ് വെച്ചിട്ട് അടിക്കണമായിരിക്കും കേട്ടോ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളതിൽ സ്പ്രേ പെയിൻറ്റ് മാത്രം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ, ബ്രഷ് ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായില്ല, അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ കുറച്ച് ലവിൻ്റെ ഷേപ്പിൽ ഇട്ടോ. കാരണം നമ്മൾ രാവിലത്തെ ടൈമിൽ കാണുമ്പോൾ ഇത് ലൈറ്റ് കത്തിക്കാണ്ട് വെച്ചിട്ടാണെങ്കിലും ഇതിനൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒരു ഫ്രെയിം ഇരിക്കണാകുമ്പോൾ വലിയ ഭംഗി കാണത്തില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ സൈഡിലും അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇതുപോലെ കുറച്ച് ലവിൻ്റെ ഷേപ്പ് കൈ വെച്ചിട്ട് വരച്ച് കൊടുത്തു. പിന്നെ എങ്കിൽ ഇതുപോലത്തെ ലൈറ്റ് ഇവിടെ വാങ്ങാൻ കിട്ടുമേ. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടും 100 രൂപക്കൊക്കെ നമുക്ക് മീഷോന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഏതോ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഇതിന് ചുറ്റും ഇങ്ങനെ ചുറ്റി കൊടുക്കുവാണേ. അപ്പോൾ നീളത്തിലോ നമുക്ക് ഇഷ്ടമുള്ള പോലത്തിൽ ഇത് നമുക്ക് ഇടാം കേട്ടോ. അപ്പം നമ്മൾ താഴോട്ട് ഇങ്ങനെ വന്ന രീതിയിലാണ് കേട്ടോ ഇതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇത് ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഹാളിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളിത് പിന്നെ ബെഡ്റൂമിൽ തന്നെ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാശ് ഇതുപോലെ ആണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കുറച്ചും കൂടി രസം ഉണ്ടാവും കേട്ടോ. രാത്രി ലൈറ്റ് ഇത് മാത്രം ഇടുവാണെങ്കിൽ ഹാളിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ഇട്ടിട്ടിരിക്കുകയാണെങ്കിൽ രസമായിരിക്കും. ഇപ്പോൾ നമ്മൾ റൂമിൽ കൊണ്ടുവച്ചിട്ടോ. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കോലൊക്കെ കിട്ടുമ്പോൾ, കഷ്ണങ്ങളൊക്കെ നല്ല കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. 4 അണി അടിച്ചാൽ മതി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ. പിന്നെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് അടിച്ചാൽ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ കാശ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ.